നൗഷാദ് അലി, ആ പോയിന്റുകൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഏറ്റവും ജനസ്വാധീനമുള്ളവരെ എന്നൊക്കെ കണ്ട് കുറേ പേരെ സ്ഥാനാർത്ഥികളാക്കുന്നു. പക്ഷേ ഈ പ്രശ്നം അവിടെ നിൽക്കുകയാണ്. നിങ്ങൾ ആർക്കെതിരെയാണ് ഫൈറ്റ് എടുക്കുന്നത്? ബി ജെ പിക്കെതിരെയാണോ? അങ്ങനെയെങ്കിൽ ബി ജെ പിക്ക് ഗുണമുണ്ടാക്കുന്ന, പ്രത്യക്ഷത്തിൽ ഗുണമുണ്ടാക്കുന്ന സ്ഥാനാർത്ഥിത്വമാണ് കെ സി വേണുഗോപാലിൻ്റെ സ്ഥാനാർത്ഥിത്വം. രാജ്യസഭയിൽ കൂടി അവർക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കാനുള്ള യാത്രയിൽ വഴിവെട്ടി കൊടുക്കുന്നു കെ സി വേണുഗോപാൽ രാജ്യസഭാംഗത്വം ഒഴിയുക വഴി. ഒന്ന്. രണ്ടാമത്തത് ഷാഫി പറമ്പിലിൻ്റെ സ്ഥാനാർത്ഥിത്വമാണ്. ഷാഫി പാലക്കാട് നിന്ന് വരികയാണ്. ഷാഫിയുടെ വ്യക്തിപരമായ കരിഷ്മ കൂടി പാലക്കാട്ടെ അദ്ദേഹത്തിൻ്റെ ആവർത്തിച്ചുള്ള വിജയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഫാക്ടറാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതും തർക്കമില്ലാത്തതുമാണ്. ഷാഫിയെ പോലെ ഒരാളെ അവിടുന്ന് പറക്കിയ വഴി ഇനി അവിടെ വരാൻ പോകുന്ന മത്സരം അങ്ങേയറ്റം സങ്കീർണമായതാണ്, റിസ്ക് ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്നും ആലോചിക്കാതെ നൈമിഷിക നേട്ടത്തിന് വേണ്ടിയിട്ട് ദീർഘകാലാടിസ്ഥാനത്തിൽ വലിയ ഡാമേജ് ഉണ്ടാവാൻ സാധ്യതയുള്ള തീരുമാനം എടുക്കുകയാണ്. നിങ്ങൾക്കാണോ രാഷ്ട്രീയത്തിൽ ഈ ലോങ് ടേം പ്ലാനുള്ള, ഇന്ത്യയെക്കുറിച്ച് വിശാലമായ പ്ലാനുള്ള പാർട്ടി എന്നൊക്കെ പറയുന്ന പാർട്ടി? നിഷാദെ, ഇവിടെ നിഷാദിനായാലും സഖാവ് കുഞ്ഞിക്കണ്ണനായാലും ഒക്കെയുള്ളൊരു ബോധ്യം എന്താണെന്ന് വെച്ചാൽ, ഈ വരുന്ന തെരഞ്ഞെടുപ്പിലും ബി ജെ പി ജയിക്കും, നരേന്ദ്രമോദി അധികാരത്തിൽ വരുമെന്നൊരു മുൻവിധി കനത്ത രീതിയിൽ നിങ്ങളുടെയൊക്കെ മനസ്സിനെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത്. കാരണം ഏതായാലും ലോക്സഭ കിട്ടില്ല, പിന്നെ രാജ്യസഭയിൽ കുറച്ച് അംഗങ്ങളുടെ കുറവ് ബി ജെ പിക്കുണ്ട്, അത് അവർ നികത്താതെ നോക്കണം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം അതല്ല ഞങ്ങളുടെ ചിന്ത. ഞങ്ങൾക്ക് നരേന്ദ്രമോദിയെ ലോക്സഭയിൽ നിന്ന് ഇറക്കി വിടണം എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഈ തെരഞ്ഞെടുപ്പ് അതിനുവേണ്ടിയുള്ളതാണ് എന്ന് ഞങ്ങൾ കണക്ക് കൂട്ടുന്നു. അതിനുവേണ്ടി ഞങ്ങളുടെ ആവനാഴിയിലെ എല്ലാ മികവുറ്റ വജ്രായുധങ്ങളും എല്ലാ ബ്രഹ്മാസ്ത്രങ്ങളും ഞങ്ങൾ പ്രയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇൻകോമ്പിറ്റന്റ് ആയിട്ടുള്ള സ്ഥാനാർത്ഥികളെ ഒന്നും ഞങ്ങൾക്ക് നിർത്താൻ താല്പര്യമില്ല. ഞങ്ങൾ ഏറ്റവും കരുത്തരായ സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ നിർത്തിയിട്ടുള്ളത്. അത്തരത്തിലാണ് തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നത്. പിന്നെ ഇതിനെയൊക്കെ അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം എന്ന് പറഞ്ഞ മാതിരി ഇതിനെയൊക്കെ പല രൂപത്തിൽ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാം. ഇവിടെ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണനൊക്കെ പറഞ്ഞതൊക്കെ അന്ധൻ ആനയെ കാണുന്നത് പോലെയാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തലുകളൊക്കെ. അതൊക്കെ പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു ഋജുവായ രേഖയിലാണ് പോകുന്നത്. ഞങ്ങൾക്ക് ഈ സംസ്ഥാനത്ത് അവതരിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും മികവുറ്റ സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ നിർത്തിയിട്ടുള്ളത്. ഞങ്ങൾക്ക് ലോക്സഭയിൽ ഒരു 50-ലധികം സീറ്റ് മാത്രമേ ഉള്ളൂ, 60-ൽ താഴെ. ആ സീറ്റിൽ ഗണ്യമായ ഭാഗം സംഭാവന ചെയ്ത് കേരളത്തിൽ നിന്നാണ്. കേരളത്തിലുള്ള വിജയം ആവർത്തിച്ചുകൊണ്ട് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ കൂടി വിജയിക്കുമ്പോഴേ ഞങ്ങൾക്ക് ഇവിടെ മോദിയെ താഴെ ഇറക്കാനുള്ളൊരു സീറ്റിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ, ഇന്ത്യ മുന്നണിക്കൊരു മുതൽക്കൂട്ടാവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു ലക്ഷ്യമാണ് കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. കേരളത്തിൽ പിന്നെ സ്വാഭാവികമായിട്ടും CPM-ഉമായിട്ടോ അല്ലെങ്കിൽ LDF-ഉമായിട്ടോ ആണ് ഞങ്ങളുടെ മുഖാമുഖമുള്ള മത്സരം. അതിലിപ്പോ LDF-നെ വിജയിപ്പിച്ചാലേ ഈ രാജ്യത്ത് BJP-യെ താഴെറക്കാൻ പറ്റൂ എന്ന് ചിന്തിക്കാൻ CPM-മാർക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അതിന് സൗകര്യമില്ല നിഷാദ. ഞങ്ങൾക്ക് ഞങ്ങളുടെ വിജയം ആവർത്തിക്കേണ്ടതുണ്ട്, അത് നിലനിർത്തേണ്ടതുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വാധീനമുള്ള കേരളത്തിലും അവർക്ക് സ്വാധീനമുള്ള ബംഗാളിലൊന്നും അവര് ഇന്ത്യ മുന്നണിയുടെ ഭാഗമേ അല്ല, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ കക്ഷികളുമായിട്ട് നേരിട്ട് മത്സരിക്കുകയാണ്. അല്ലെങ്കിൽ സർവത്ര വിജയം ആഗ്രഹിച്ചുകൊണ്ട് മത്സരിക്കുന്ന ഒരു പാർട്ടിക്ക് ബുദ്ധിമുട്ടിലാക്കാൻ അവരെ പ്രഖ്യാപിക്കേണ്ട കാര്യമുണ്ടോ? ചെറിയ ചെറിയ തോൽവികളെ കുറിച്ചുള്ള വേണ്ടാത്ത ആവലാതി വേണ്ട എന്നത് ഒരു ന്യായമായ ഒരു ഡിഫൻസ് ആണ് കെ പി നൗഷാദ് അലി അക്കാര്യത്തിൽ മുന്നോട്ട് വെക്കുന്നത്.